إن الحمد لله ولي المتقين ومفرح عباده المؤمنين بما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذواتا أفنان. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ച് നരകത്തെ ഭയപ്പെട്ട് നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് ഒരുങ്ങാനും നാളെ അല്ലാഹുവിൻ്റെ പരലോകത്ത് നഷ്ടക്കാരിൽ പെടാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വെള്ളിയാഴ്ചകളിലും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ചില ഉണർത്തലുകളും ചില അറിവുകളും തിരിച്ചറിവുകളും സമ്മാനിക്കലാണ് ഓരോ ജുമാ ഖുതുബകളുടെയും ലക്ഷ്യം. അല്ലാഹുവിൻ്റെ കലാമു ഉദ്ധരിച്ചുകൊണ്ട്, പ്രവാചകന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു സമുദായത്തെ പ്രബുദ്ധരാക്കലാണ് ജുമാ എന്ന് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ സ്വർഗം ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്നാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയത്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ഒട്ടനേകം അനുഭൂതികൾ വിശദീകരിക്കുന്നുണ്ട്. ആ സുഖാഡംബരങ്ങൾ അല്ലാഹു കൃത്യമായി ലക്ഷ്യത്തോടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ സ്പേസെങ്കിലും എനിക്കും നിങ്ങൾക്കും കിട്ടുമെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വിജയം. ദുനിയാവിലെ തുച്ഛമായ 2 ഏക്കർ ഭൂമിക്ക് വേണ്ടി, 1 സെന്റ് ഭൂമിക്ക് വേണ്ടി തൊട്ടപ്പുറത്തുള്ളവന്റെ സ്ഥലം കവർന്നെടുക്കുന്നവർ ദുനിയാവിന്റെ ലാഭത്തിനു വേണ്ടിയാണ്. തൻ്റെ കീഴിലേക്ക് വരുന്ന കച്ചവടക്കാർ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവന്റെ 5 രൂപയും 10 രൂപയും കളവ് പറഞ്ഞും പറ്റിച്ചുമൊക്കെ ഉണ്ടാക്കുന്നവൻ ദുനിയാവിന്റെ ചെറിയ ചെറിയ ലാഭങ്ങൾക്കു വേണ്ടിയാണെങ്കിൽ, നാളെ അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൽ ഒരു ചെറിയ സ്ഥലം ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, ഹദീസിൽ പറഞ്ഞ വാക്ക് മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, ഒരു ചാട്ട വയ്ക്കാനുള്ള സ്ഥലം, ചാട്ടവാറിന്റെ ആ ഒരു വടി ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം നാളെ സ്വർഗത്തിൽ ഒരാൾക്ക് വെക്കാൻ കഴിഞ്ഞാൽ, സ്ഥലം കിട്ടിയാൽ
ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മൊത്തം ലഭിക്കുന്നതിനേക്കാൾ വലിയ നേട്ടമാണ് ആ ഒരു വ്യക്തിക്ക് നേടാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്ര വലുതാണ് ആ ലോകമെന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിനകത്ത് കയറേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ സ്വർഗലോകത്തേക്കുള്ള മുന്നൊരുക്കങ്ങളാണ്. ഞാൻ എന്തൊക്കെ ചെയ്യണം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു വെച്ചു. ഷഹാദത്ത് കലിമ, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യമൊക്കെ പഠിച്ചു. അന്ന് നമ്മുടെ കുട്ടിക്കാലത്തിലൂടെ അതങ്ങ് കടന്നുപോയി. ഇന്ന് നമ്മൾ പ്രായപൂർത്തിയെത്തിയ, പക്വതയെത്തിയ, നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ നമ്മുടെ ശരിതെറ്റുകൾ വിചാരണക്ക് വെക്കുന്നവരാണ്. അതുകൊണ്ട് സ്വർഗം നേടണമെങ്കിൽ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന ചെറിയ ഒരു യാത്രക്ക് പോലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ എത്ര പ്ലാനുകൾ ഒരുക്കി വെക്കാറുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റൂ. ഒന്ന്, അള്ളാഹുവിലുള്ള അടിയുറച്ച തൗഹീദ് നേടിയെടുക്കലാണ്. വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന മുഅ്മിനാകലാണ് ഒന്നാമത്തെ ഒരുക്കം. എന്നിട്ടേ ബാക്കിയുള്ളൂ. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്നുണ്ട്, ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, ഇദ്ഹബ്, നീ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകണം. ഫനാദിം ഫിന്നാസ്, എന്നിട്ട് എല്ലാ ജനങ്ങളോടും ഉറക്കെ വിളിച്ചു പറയണം, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞു കൊടുക്കണം. ഉമർ ഖത്താബ് തങ്ങൾ പറയാണ്, ആ വാക്കങ്ങ് കേട്ടപ്പോൾ ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക്, അങ്ങാടിയിലേക്ക്, തെരുവുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ഫഖുൽതു, ഞാൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, അറിഞ്ഞോളൂ, അലാ, അറിഞ്ഞോളൂ, സ്വർഗം നേടണോ മുഅ്മിനായെങ്കിലേ സാധ്യമാകൂ. എല്ലാവർക്കുമുള്ള ഉണർത്തലായിരുന്നു അതാക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ഒരാളും സ്വർഗത്തിലെത്തൂല, ഹത്താ തുഅ്മിനൂ, നിങ്ങൾ നന്നായി വിശ്വാസികളാകാതെ നിങ്ങൾക്ക് സ്വർഗം സാധ്യമല്ല. അതുകൊണ്ട് തൗഹീദിന്റെ യഥാർത്ഥ ഈമാനികമായ ഭാഗത്തേക്ക് കടന്നു വരണം. ബാപ്പക്കാരണവന്മാർ എന്തൊക്കെയോ വിശ്വസിച്ചു, എന്തൊക്കെയോ ചെയ്തു, അതിന്റെ ശരിതെറ്റുകൾ ഇന്ന് പഠിക്കാൻ അവസരമുണ്ട്. ഭൂരിഭാഗം ജനങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതാണ് ഈമാൻ, അതാണ് ഇസ്ലാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ, അള്ളാന്റെ ഖുർആൻ പഠിക്ക്. ഈമാൻ എന്ന തൗഹീദിന്റെ ഭാഗം ശരിയാവാതെ ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല. എങ്കിൽ അതാണ് ഒരുക്കി വെക്കേണ്ടത്. രണ്ടാമത്തേത്, ഒരിക്കലും ശിർക്കില്ലാതെ ജീവിച്ചു മരിക്കലാണ്. എത്ര സന്ദർഭങ്ങൾ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയ അല്ലാഹ, ആരെങ്കിലും അല്ലാഹനെ കണ്ടുമുട്ടുന്നു, ലാ യുശ്രികു ബിഹി ശൈആ, ഒരിക്കലും ശിർക്ക് ചെയ്യാതെ നാളെ പരലോകത്ത് അല്ലാഹനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, സ്വർഗത്തിലെത്താൻ സാധിക്കും. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. അതിന്റെ അനവധി ഭാഗങ്ങൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. സംശയമുള്ളവർ അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത് ഉലമാക്കന്മാർ പറയുന്നത് ഷഹാദത്ത് ഉച്ചരിച്ചു മരിക്കാൻ കഴിയലാണ്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മുമ്പ് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യം അൽ ഇസ്തിഖാമ, വിശ്വാസത്തോടെ ഈമാനോടെ നല്ല പോലെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കലാണ്. ആടിക്കളിക്കുന്നവനല്ല, സംശയത്തിൽ ജീവിക്കുന്നവനല്ല. കുറച്ചു കാലം നല്ലോനായി ജീവിക്കുക, കുറച്ചു കാലം മോശമായി ജീവിക്കുക. ഉള്ള ഈമാനിനെ പടച്ചറബ് പഠിപ്പിച്ച ഇസ്ലാമിനെ ശരിയാവണ്ണം പാലിച്ച് പൂർത്തിയായ ഈമാനോടെ ഉറച്ചു നിൽക്കലാണ് ഇസ്തിഖാമത്ത്. അവർ മരിക്കുമ്പോൾ തന്നെ മലക്കുകൾ അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവരോട് പറയുന്ന വാക്ക്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക.
ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇസ്തിഖാമത്തോടെ ഉറച്ച് നിലകൊണ്ട് ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്ത് മലായികത്തുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. മരണത്തിന്റെ വെപ്രാളത്തിൽ, മരണത്തിന്റെ ബേജാറിൽ, സക്കറാത്തിന്റെ വേദന കൊണ്ട് പൊളയുന്ന സമയത്താ പറയുന്നത്, അല്ലാ തഖാഫൂ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ ഒരു നിലക്കും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിൽ വിഷമവും വിചാരിക്കണ്ട. എന്നിട്ട് അവരോട് പറയാണ്, വഅബ്ശിറൂ, നിങ്ങൾ മരിക്കുന്നതിൽ സന്തോഷിച്ചോളൂ. ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കാത്തുവച്ചിരിക്കുകയാണ്. അല്ലതീ കുൻതും തൂഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ദുനിയാവെന്ന് അള്ളാഹ് തരുന്നു പറഞ്ഞതാണ്, ഇത് കളവല്ല, ഇത് സത്യമാണ്. മരിക്കുമ്പോൾ മലായികത്തുകൾ വന്നവരോട് ആശീർവാദങ്ങൾ പൊഴിച്ചുകൊണ്ട് അവരുടെ റൂഹങ്ങ് പിരിച്ചു കൊണ്ടുപോകും. ഇസ്തിഖാമത്തിൽ ഉറച്ച് നിലകൊണ്ട് സത്യത്തിന്റെ വക്താക്കളായി ജീവിക്കലാണ്. വിശദീകരിക്കുന്നില്ല. 5 അമലുസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ വേണം. അമലുസ്വാലിഹാത്തുകൾ നമ്മുടെ കയ്യിൽ വേണം. നല്ല ഈമാനുണ്ട്, ഇസ്തിഖാമത്തുണ്ട്, നല്ല തൗഹീദോടെ ജീവിക്കുന്നവരാണ്. എന്നാൽ അതിന്റെ കൂടെ സ്വതക്ക വേണം, ഖുർആൻ പാരായണം വേണം, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് വേണം, സൽസ്വഭാവത്തിന്റെ ഉടമകളാവണം, ദാമ്പത്യ ജീവിതം മനോഹരമാകണം, മാതാപിതാക്കളോടുള്ള നല്ല പരിചരണം വേണം. ഒട്ടനേകം സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് ഒരുങ്ങണം. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും സത്യവിശ്വാസികൾ, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് സ്വർഗത്തിന്റെ ഫിർദൗസ് വിരുന്നു സൽക്കാരം അല്ലാഹ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഒന്ന് സ്വയം പരിശോധിക്ക്. എത്ര കൊല്ലമായി നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറയുന്നു. ഒരു മുസ്ലിമിനുണ്ടാകേണ്ട സൽക്കർമ്മങ്ങളുടെ വലിയ വലിയ ലഗേജുകൾ നമ്മുടെ കയ്യിലുണ്ടോ? ഒരു പേജ് ഖുർആൻ ഓതുന്ന ശീലം നമുക്കുണ്ടോ? 10 രൂപ സ്വതക്ക ചെയ്യുന്നത് പതിവാക്കുന്ന ശീലമുണ്ടോ? രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ടോ? സുന്നത്ത് നമസ്കാരങ്ങൾ പാലിക്കാറുണ്ടോ? കുടുംബ ബന്ധങ്ങൾ ചേർക്കാറുണ്ടോ? ദാമ്പത്യ ജീവിതം മനോഹരമാക്കാറുണ്ടോ? മക്കൾക്ക് ദീന് കൊടുക്കാറുണ്ടോ? ഇങ്ങനെ എത്ര സൽക്കർമ്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം. അവർക്ക് വേണ്ടി സാധാരണ സ്വർഗമല്ല പറഞ്ഞത്, ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, സ്വർഗത്തിന്റെ 100 തട്ടുകളിലെ ഏറ്റവും മുകളിലുള്ള അമ്പിയാക്കന്മാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കന്മാര്, സ്വാലിഹീങ്ങൾ താമസിക്കുന്ന ഉന്നതമായ ഫിർദൗസാണ് സൽക്കർമ്മകാരികളെ കാത്തിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷ, നമുക്കവിടേക്കാവണം നമ്മുടെ പ്രാർത്ഥന, അവിടെ ആയിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഉലമാക്കന്മാർ 6ാമത് പറയാണ്, ഖൗഫുല്ലാഹ്, നീ സ്വർഗം കാണണം, സ്വർഗത്തിലെത്തണമെന്ന് കൊതിക്കുന്ന വിശ്വാസിയാണോ, ഒരുങ്ങണം കേട്ടോ. അള്ളാഹുവിനെ നല്ല പേടിയുള്ളവനായി നീ മാറിക്കോ. ഇന്നത്തെ കാലം എന്താണ്? ആളുകളെ പേടിയില്ല, പോലീസിനെ പേടിയില്ല, നിയമങ്ങൾ പേടിയില്ല, ബന്ധങ്ങളെ പേടിയില്ല, അള്ളാഹിനെ പേടിയില്ല. യാതൊന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് തിന്മയിൽ നിന്ന് മാറിക്കാൻ കഴിയുക? തിന്മകളാകുന്ന സകലത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ, ഞാനൊരു പടച്ചോന്റെ അടിമയാണ്, എന്നെ പടച്ചോൻ കാണുന്നുണ്ട്, എന്റെ പടച്ചോന്റെ അടുത്തേക്ക് ഞാനൊരു യാത്ര പോകാനുണ്ടെന്ന പേടിണ്ടെങ്കിലേ അയാൾക്ക് മാറിക്കാൻ പറ്റുള്ളൂ. ലഹരിയുടെ വിവിധങ്ങളായ പുതിയ പുതിയ വാർത്തകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോ എത്ര പെട്ടെന്നാണ് ജനങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്ന സാധുക്കളായ മനുഷ്യരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ കൊടുത്തയക്കുന്ന പാർസൽ പെട്ടികളിൽ പോലും പാവപ്പെട്ട പ്രവാസികളെ ഊരാക്കുടുക്കിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നത് ഈ ലഹരിയുടെ മാരകമായ വേർഷനുകൾ പുതിയ തലമുറയിൽ ഒരു പേടിയുമില്ലാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഖൗഫുല്ലാഹ്, പടച്ചോനെന്ന പേടില്ലാത്തൊരു കൗം ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ആഭാസങ്ങൾ എത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ ജില്ലയിൽ പാഠം പഠിപ്പിച്ചു. എന്തൊക്കെ നിലക്കുള്ള ചർച്ചകൾ നടന്നു, എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു.
പക്ഷെ നമ്മുടെ സമുദായത്തെ വീണ്ടും വീണ്ടും നാറ്റിപ്പിച്ച് നശിപ്പിച്ച് കുത്തുപാളയം എടുത്തേ അടങ്ങൂ എന്ന് ചെറുപ്പക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാശം എവിടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ വായിക്കേണ്ടത്. ആരെയും പേടിയില്ലാത്ത കൂസലില്ലാത്ത താന്തോനിത്തത്തിന്റെ ജീവിത കെട്ടുകളുമായി നടക്കുക. അള്ളാന്റെ സ്വർഗന്മാർക്കാ കൊടുക്കുന്നത്. അള്ളാന്റെ സ്വർഗം കൊടുക്കുന്നത് അള്ളാനെ പേടിക്കുന്ന ആളുകൾക്കാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ളവർക്കാണ്. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഖാലിദീന ഫീഹാ അബദാ. സ്വർഗത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ശാശ്വതരായി അവിടെ ജീവിക്കും. താഴ്ഭാഗത്തുകൂടി അരുവി ഒഴുകുന്ന സ്വർഗം അവർക്ക് കൊടുക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അള്ളാഹു അവർ തൃപ്തിപ്പെട്ടവരാണ്, അവർ അള്ളാഹനെ തൃപ്തിപ്പെട്ടവരാണ്. ആരാണവർ? ദാലിക ലിമൻ ഖശിയ റബ്ബ. അവർ അവരുടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചവരായിരുന്നു. ആരും അറിയില്ല, ആരും കാണില്ല. എന്റെ റബ്ബ് കാണുമെന്ന പേടി കൊണ്ട് തിന്മയിൽ നിന്ന് മാറുന്നവരാണ്. എന്റെ പടച്ചോന്റെ കോടതിയിൽ ഞാൻ കണക്ക് ബോധ്യപ്പെടുത്തണമെന്ന ബോധ്യത്തോടെ ഹറാമെന്ന് വിട്ടുന്നവനാണ്. സാമ്പത്തിക മേഖലയിലും ജീവിത മേഖലയിലെല്ലാം വേറെ ഒന്നുമില്ല, എന്റെ റബ്ബ് കാണുമെന്ന ഭയത്തോടെ ജീവിതത്തെ ക്രമീകരിച്ചവർക്കാണ് സ്വർഗം. ഒറ്റരായത്തിൽ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടവനാണെന്ന പേടിയുള്ളവർക്ക് 2 സ്വർഗമാണ് കാത്തിരിക്കുന്നത്. അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫിദ്ദുനിയ, ഒന്ന് ദുനിയാവിലാണ് അവന്റെ ജീവിതത്തിന്റെ എല്ലാ നിലക്കുമുള്ള സന്തോഷം കൊടുക്കും, നിർഭയത്വം കൊടുക്കും, ഒരു പ്രത്യേക ആനന്ദം അല്ലാഹ് ദുനിയാവിൽ ഇട്ടുകൊടുക്കും. മറ്റൊരു സ്വർഗത്തിന്റെ കാഴ്ച നാളെ പരലോകത്തവന് കൊടുക്കുകയും ചെയ്യും. ആർക്ക്? ഖാഫ, അള്ളാനെ പേടിക്കുന്ന ആളുകൾക്ക്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ. അള്ളാന്റെ മുമ്പിൽ ഞാൻ നിൽക്കണമെന്ന് പേടിച്ച് സ്വന്തം മനസ്സിൽ തോന്നുന്ന തെറ്റായ ഇച്ഛകൾക്കെതിരെ ജീവിച്ചാൽ, താന്തോന്നിയാകാതിരുന്നാൽ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതിരുന്നാൽ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവന് സ്വർഗമാണ് സങ്കേതം, അവർക്കാണ് സ്വർഗം. 7ാമത്തെ കാര്യം വസ്സബ്ർ വത്തവക്കുൽ. അല്ലാഹുവിലുള്ള ക്ഷമ, അല്ലാഹുവിലുള്ള തവക്കുൽ ഉണ്ടാക്കുക. പറയാൻ എളുപ്പമുള്ള 2 വാക്കാട്ടോ, സബ്ർ, തവക്കുൽ. പ്രസംഗിക്കാനും എഴുതാനൊക്കെ എന്ത് സിമ്പിളാണെന്നറിയോ? ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോ ഒന്നായി ഇങ്ങനെ മേലേക്ക് പതിക്കുമ്പോ ക്ഷമ നശിക്കുന്നവരായി മാറരുത്. അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം അള്ളാഹ് ഇഷ്ടപ്പെടാത്ത തവക്കുലിന്റെ രീതികളിലേക്ക് പോകാത്തവനാകണം. അവർക്കാണ് സ്വർഗം. അള്ളാഹുവിന്റെ ഖുർആൻ അവർ ചില ആളുകളെ കുറിച്ച് പറയാണ്, അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗത്തിലെ മാളികകൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ലനുബവ്വി അന്നഹും മിനൽ ജന്നതി ഖുറഫാ. അവർക്ക് സ്വർഗത്തിലെ മാളികകൾ നാം ഒരുക്കി വച്ചിരിക്കുന്നു. ആരാണവർ? അല്ലദീന സ്വബറൂ, അവർ ക്ഷമിക്കുന്നവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ എല്ലാ കാര്യത്തിലും തവക്കുലോടെ ജീവിക്കുന്നവരാണ്. നമ്മൾ ആരെ തവക്കുലാക്കണം? മരിച്ചുപോയവരെ തവക്കുലാക്കണോ? നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തവിടുത്തെ തവക്കുലാക്കണോ? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്തവനെ നിങ്ങൾ തവക്കുലാക്കുക. അല്ലാഹുവേ പറഞ്ഞത്. നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്ന് 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടുത്ത വിചാരണയാണ് പരലോകത്ത്. 70,000 ആളുകളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിന്റെ പാതയിലേക്ക് കടക്കാൻ പറ്റും. അവരുടെ ഗുണം പറഞ്ഞു, വഅലല്ലാഹി യതവക്കലൂൻ, അല്ലാഹുവിൽ അടിയുറച്ച തവക്കുലിന്റെ വക്താക്കളാണ് അവർ. എത്ര ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. നമ്മളോട് ചോദിക്കുക, ഈ ഗുണം എനിക്കുണ്ടോ? 8 തഖ്വ. റമദാനിലും പരിശുദ്ധ റമദാനിന്റെ സന്ദർഭത്തിലും ദുൽഹിജ്ജയിലൊക്കെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞിരുന്ന വാക്കായിരുന്നു തഖ്വ. അതെന്താണ്? നന്മകളിൽ മുന്നേറാനുള്ള മനസ്സ്, മടിയില്ലാതെ അലസതയില്ലാതെ മുഷിപ്പ് തോന്നാതെ സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് കുതിക്കാനുള്ള മനസ്സ്, ത്യാഗം ചെയ്യാനുള്ള മനസ്സ്,
ഹറാമുകളിൽ തിന്മകളിൽ അള്ളാഹിനെ പേടിച്ച് വിട്ടുനിൽക്കാനുള്ള മനസ്സ്, ഇതിനാണ് തഖ്വ. നാളെ അള്ളാഹുവിന്റെ പരലോക കോടതിയിൽ സ്വർഗത്തിലെത്തുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെത്താനുള്ള കാരണം പറഞ്ഞത് തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവവും തഖ്വയുമാണ്. നല്ല സ്വഭാവത്തിന്റെ വക്താക്കൾക്കാണ് സ്വർഗം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ജനങ്ങൾ പറയാൻ പാടില്ല അയാൾ എന്ത് നിസ്കാരക്കാരനായിട്ടെന്താ, അയാൾ എന്ത് താടിണ്ടായിട്ടെന്താ, അയാളിപ്പോ പള്ളി പോയിട്ടെന്താ, മഹാ ബടക്ക് സ്വഭാവമാണ് അയാൾ എന്നും നമ്മളെ കുറിച്ച് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. തഖ്വയുള്ള മനുഷ്യർക്കാണ് സ്വർഗമുള്ളത്, അവരെയാണ് അതിന് കാത്തിരിക്കുന്നത്. തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ. തഖ്വ പാലിക്കുന്നവർക്കാണ് അനന്തരമായ സ്വർഗം കൊടുക്കുന്നത്. ലക്കിനല്ലദീന തഖൂ റബ്ബഹും ലഹും ഖുറഫും മിൻ ഫൗഖിഹാ ഖുറഫുൻ. ചില ആളുകളുണ്ട്, അവർക്ക് സ്വർഗത്തിന്റെ മാളികകളുണ്ട്. അവർ അല്ലാഹുവിൽ തഖ്വ പാലിച്ച് ജീവിച്ചവരായിരുന്നു. നമ്മൾ ദുനിയാവിൽ ഏറ്റവും കൊതിക്കുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ. മനുഷ്യന്മാർക്ക് ദുനിയാവിൽ സ്ത്രീകളോട് ഭയങ്കര മഹബത്തായിരിക്കും. പെണ്ണ്, വൽബനീൻ, സന്താനങ്ങൾ. മനുഷ്യന്റെ വീക്ക്നെസ്സുകളെ പറ്റി പറയാണ്. ഭാര്യ, സ്ത്രീകൾ, ബനീൻ, സന്താനങ്ങൾ. ദുനിയാവിൽ എന്ത് വലിയ സ്ഥാനമാണ് അവിടെ. അവർക്ക് വേണ്ടി എന്തൊക്കെയാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വരാനിരിക്കുന്ന 10 തലമുറക്ക് തിന്നാൻ മാത്രമുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിക്കുന്നവരാ നമ്മൾ. കൂമ്പാരക്കണക്കിന് സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നവർ. നല്ല ചേലൊത്ത കുതിരകൾ, നമ്മുടെ നാട്ടിലെ അടിപൊളി കാറുകൾ, ആഡംബര കാറുകൾ. നല്ല സമ്പത്താകുന്ന കൃഷി സാധനങ്ങൾ, കന്നുകാലികൾ. വൽ ഹർസി, കൃഷിഭൂമികൾ. ഇതൊക്കെ അള്ളാഹു പറയാം, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ദുനിയാവിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാ. അറിഞ്ഞോളിയും, ഇതൊക്കെ ദുനിയാവിലെ ചെറിയ സുഖങ്ങളും മാത്രമാണ്. ഈ അടുത്ത ആയത്തിൽ അല്ലാഹു തആല ചോദിക്കാണ്, കുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഉനബ്ബിയുക്കും ബിഖൈരിൻ മിൻ ദാലിക്കും, ഇതിനേക്കാളൊക്കെ ഉത്തമമായത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ലില്ലദീന തഖൂ ഇൻദ റബ്ബിഹിം, അല്ലാഹുവിനെ തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്ന അരുവികളുള്ള പുറം സന്തോഷങ്ങൾ മാത്രം ലഭിക്കുന്ന, തീർത്താലും തീരാത്ത നശിക്കാത്ത ഒരു ലോകം അവർക്ക് ദുനിയാവിനേക്കാൾ എത്രയോ വലുതവിടെ കാത്തുവെച്ചിരിക്കുന്നു. ഈ ദുനിയാവിന്റെ ചെറിയ ചെറിയ വിഭവങ്ങൾക്ക് വേണ്ടി നാളെ പരലോകം നഷ്ടപ്പെടുത്തരുത്. ദുനിയാവിലെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന സൂചനയാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിവിശാലമായ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ സ്വർഗമാകുന്ന അനുഭൂതികൾ ആസ്വദിക്കാൻ, അനുഭവിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായ മുഅ്മിനീങ്ങളായി, മുസ്ലിഹീങ്ങളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ജമാഅത്തായ നമസ്കാരം. ജമാഅത്തായ നമസ്കാരം എന്ന് മാത്രമല്ല, പൊതുവിൽ ഇസ്ലാം ജമാഅത്തിനെ ഇഷ്ടപ്പെടുകയാണ്. എന്ത് കാര്യവും, ഒന്ന് ഭക്ഷണം കഴിക്കുന്ന വിഷയം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ണണം. നമുക്കൊക്കെ ഒന്ന് സൗകര്യങ്ങളൊക്കെ കൂടി, പരന്റെ വലിപ്പം കൂടി, കുറച്ച് പൈസയായി, എന്നിട്ട് നമ്മൾ പറയും ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതായി പോയി. ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു,
അൽ ബറക്കത്തു മഅൽ ജമാഅത്തി, ജമാഅത്തിന്റെ കൂടെയാണ് ബർക്കത്ത് എന്ന് മാത്രവുമല്ല, നമ്മുടെ വീടിനകത്തൊക്കെ സ്നേഹം അധികരിക്കാനും പരസ്പരം മക്കളോടും കുടുംബത്തോടും ഒക്കെയുള്ള നസീഹത്ത് അധികരിക്കാനുള്ള മാർഗമാണ് ആ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ പോലും. ദഅവാ പ്രവർത്തനത്തിലും മറ്റേത് കാര്യത്തിലുമൊക്കെ ഒരു ജമാഅത്തിന്റെ കൂടെ നമ്മൾ ആവുക എന്നത് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. നമസ്കരിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം അവിടുന്ന് നബി തങ്ങളുടെ ജീവിതകാലത്ത് പഠിപ്പിച്ചൊന്ന് എങ്ങനെ നിസ്കരിക്കണം. പുരുഷന്മാർ ജമാഅത്തായി നമസ്കരിക്കണം. അതിനാണ് എല്ലാ ദിവസവും 5 വക്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത് ഹയ്യാല സ്വല വിളിക്കുന്നത്. പള്ളിയിൽ വന്ന് പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കണം. എല്ലാ ആഴ്ചയിലും ഒരു വെള്ളിയാഴ്ച എല്ലാവരും ജമാഅത്തായി വന്നിരിക്കണം. എല്ലാ വർഷത്തിലും 2 പെരുന്നാളിന് ഒരുമിച്ചിരിക്കണം. എല്ലാ അറഫ ദിനത്തിലും ലോക മുസ്ലിമീങ്ങൾ ഒന്നിച്ചാവണം. അറഫ ദിനത്തിന്റെ കുറിച്ച് ജമാഅത്തിന്റെ ഫദ്ലാണ് പഠിപ്പിക്കുന്നത്. മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു നമസ്കാരത്തിലും ഒരു ജമാഅത്ത് വേണമെന്ന് പറഞ്ഞത്. ഫഇന്നഹാ മസാലിഹൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ ഒരുപാട് പൊതു നന്മക്കുള്ള ചാൻസ് ആണ്. 5 നേരം പള്ളിയിൽ, നമ്മൾ ടൗൺ പള്ളികൾ പോലെയല്ല, പല നാടുകളിലൊക്കെ ആളുകൾ എല്ലാവരും പള്ളിയിൽ വന്നിരിക്കുമ്പോഴാണ് പലരെയും കാണാൻ കഴിയുന്നത്, പലരുടെയും പ്രയാസങ്ങളെ അറിയാൻ കഴിയുന്നത്, പലരും നാട്ടിലില്ല എന്ന് മനസ്സിലാക്കുന്നത് അവർ പള്ളിയിൽ വരാതെ ആകുമ്പോഴാണ്. മസാലിഹൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഒരുപാട് പൊതു നന്മകൾ അതിലുണ്ട്. വയഹ്സാനിൻ വഅത്ഫിൻ വരിആയത്തിൻ, അവർ തമ്മിലുള്ള നന്മ ചെയ്യുന്നതും സ്നേഹം അധികരിക്കുന്നതും പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തുന്നതുമൊക്കെ ആ ജമാഅത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരാള് ഒരു ദിവസം തീർത്തും പള്ളിയിൽ വരാതെയായാൽ നമ്മൾ അന്വേഷിക്കണം, അയാൾ എന്തുകൊണ്ട് വരുന്നില്ല. 2 ദിവസമായി ഒരാളെ പള്ളിയിൽ ജമാഅത്തിന് കാണാനില്ലെങ്കിൽ നമ്മൾ അയാളെ വീടന്വേഷിച്ച് പോകേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഹദീസിലൊക്കെ അത് കാണാൻ സാധിക്കും. വഇയാദത്തുൽ മരീദ്, സ്ഥിരമായി വരുന്ന ഒരാൾ വരാതെയായ അയൽവാസിനോട് ചോദിച്ചു, അയാളെ കാണുന്നില്ലല്ലോ, അയാൾ രോഗിയാണ്, അപ്പോൾ ആ രോഗിനെ സന്ദർശിക്കണം. ചില ആളുകളെ കാണാതെയായി, അവർ ചോദിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, മരണപ്പെട്ടവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുക്കണം. ഇന്ന ആൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന പ്രയാസങ്ങളുണ്ട് എന്ന് ജമാഅത്തിന് വരുന്ന കുടുംബങ്ങളെ കുറിച്ച് അറിയുമ്പോൾ അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. ചില ഉലമാക്കന്മാരൊക്കെ പറയണം, മുസ്ലിമീങ്ങളുടെ ശക്തി തന്നെ ജമാഅത്താണ്. അവരുടെ ജമാഅത്ത് നമസ്കാരത്തിന്റെ ശക്തി, അവരിങ്ങനെ വന്ന് ഒത്തൊരുമിച്ച് ഇടക്കിടക്ക് അവരിങ്ങനെ സ്ട്രോങ് തെളിയിക്കുക. അതാരോട് ഫൈറ്റ് ചെയ്യാനൊന്നുമല്ല, നമ്മളുടെ ഒരു ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കാനാണ്. വമിൻ ഫവായിദിഹി, അതിനെ പുറമെ ഒരാളുടെ ജമാഅത്ത് നമസ്കാരത്തിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. തഅലീമുൽ ജാഹിലി, വിവരമില്ലാത്ത ഒരാൾക്ക് പള്ളിയിലെ ഇബാദത്ത് എങ്ങനെയെന്ന് പഠിക്കാൻ പറ്റും. അയാൾ 5 നേരം പള്ളിയിൽ വരുമ്പോഴാണ് എങ്ങനെയാണ് സ്വഫ് നിൽക്കേണ്ടത്. അയാൾ നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നത്, അയാൾ നമസ്കാരത്തിന് മുമ്പിൽ എന്തിനാ മറവെച്ചിരുന്നത്, അറിയാത്തവൻക്ക് പഠിക്കാനുള്ള ചാൻസ് ആണ് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ. ഒറ്റക്ക് നമസ്കരിക്കുന്നതിന്റെ 27 ഇരട്ടി പ്രതിഫലമാണ്. മറ്റുള്ളവരൊക്കെ സൽക്കർമ്മം ചെയ്യുമ്പോൾ മടിച്ചു നിൽക്കുന്നവർക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള ആവേശമാണ് ജമാഅത്ത് നമസ്കാരം. സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നമസ്കാരം തുഫ്ളുലു സലാത്തുൽ ഫദ്ദി ബി 27 ദറജ, 27 ഇരട്ടി പ്രതിഫലമാണ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ. നമുക്ക് 27 വേണ്ടാന്ന് സ്ഥിരം തീരുമാനിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എങ്ങനെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ പറ്റുമോ? ഞാൻ പ്രത്യേകിച്ചും പറയാണ്, ഇതിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള കടകളും സ്ഥാപനങ്ങളൊക്കെ ബാങ്ക് ഏറ്റവും ആദ്യം കേൾക്കുന്നവരും ഏറ്റവും ഓടിയെത്താൻ സൗകര്യമുള്ളവരുമായ ഓരോ കച്ചവടക്കാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കുക. 27 ഇരട്ടി നന്മ വേണ്ടെന്ന് വെക്കാൻ നമുക്ക് എന്ത് അധികാരം? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയാണ്, 27 ഇരട്ടി അവസാനത്തെ അത്തഹിയാത്തിൽ വന്ന് സലാം വീട്ടുമ്പോൾ നീ നിസ്കരിച്ചോൻക്കല്ല, 27 ഗുണങ്ങൾ പാലിച്ചോൻക്കാണ്. എന്ത് 27 ഗുണം? വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കണം, നടന്നുകൊണ്ട് വരണം, ശാന്തത കാണിക്കണം, ഉളു എടുക്കണം, ഉളുവിന്റെ പ്രാർത്ഥന, ഇങ്ങനെ എണ്ണി ചില ഗുണങ്ങൾ പറയണം. അങ്ങനെ ഒരു 5 നേരം ജമാഅത്ത് നമസ്കരിച്ചു നോക്കി, നമ്മളൊരു പുതിയ മനുഷ്യനാകും, ഒരു വേറിട്ട വ്യക്തിയായി മാറും. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അതിന് 27 ഗുണങ്ങൾ അദ്ദേഹം അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് കിതാബുകളിൽ ഉലമാക്കന്മാർ പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി ഫർളുൻ, ജമാഅത്ത് നമസ്കാരം ഫർളാണ്. അല റിജാലി, പുരുഷന്മാർക്ക്. എങ്ങനെ? ബിൽ ഹളിരി വസ്സഫരി, നാട്ടിലായാലും യാത്രയിലായാലും.
പോകുമ്പോൾ അയാൾ ജമാഅത്തെ നിസ്കരിക്കണം. യാത്രയിലാണോ 3 ആളുണ്ടോ, ഒരു ജമാഅത്തെ നിസ്കരിക്കണം. യാത്രയല്ലാത്ത നാട്ടിലുള്ളവനാണോ, അവൻ ജമാഅത്തെ നമസ്കരിക്കണം. യുദ്ധം നടക്കുന്ന രംഗത്ത് അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, നബിയെ നിങ്ങൾ യുദ്ധരംഗത്താണെങ്കിൽ സംഘമായി നിങ്ങൾ അവിടെ നമസ്കരിക്കണം. അതിന്റെ വിവിധ രൂപങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. യുദ്ധം നടക്കുമ്പോൾ വരെ ജമാഅത്ത് നിസ്കരിക്കാം. കണ്ണ് കാണാത്ത സ്വഹാബി വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കട്ടെ നബിയെ എന്ന് ചോദിച്ചപ്പോ, ഫഅജിബ്, ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ താങ്കൾ പള്ളിയിലെ ജമാഅത്തിന് വരണം. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് നമസ്കാരത്തിന് ഏറ്റവും പ്രയാസമുള്ളവൻ ആരാണ്? ഇന്ന അഥഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്രി. ഫജ്ർ നമസ്കാരവും ഇശാ നമസ്കാരവും അതിന്റെ ജമാഅത്ത് ഏറ്റവും ഭാരമുള്ളവർ മുനാഫിഖീങ്ങളായിരുന്നു. ഇവിടെ ആരെങ്കിലും ഒരു ദിവസം വരാൻ വൈകിയതിന്റെ പേരിൽ അതിനെ മുനാഫിക്കാന്ന് പോയി വിളിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കോമൺ ആയി അവർ മദീനയിൽ ഏറ്റവും അധികം ശല്യം ഉണ്ടാക്കിയിരുന്ന മുനാഫിഖീങ്ങളെ പറ്റി പറയണം. അവർക്കാണ് ഭയങ്കര മടി ജമാഅത്ത് നമസ്കാരത്തിന് വരാൻ. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ള സ്വഹാബത്ത് പറയാണ്, ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ പള്ളിയിൽ നമസ്കരിക്കാൻ ജമാഅത്തിന് വരാത്തവൻ ഇല്ലാ മുനാഫിഖുൻ മഅലൂമൻ നിഫാഖി, വ്യക്തമായ മുനാഫിഖല്ലാത്ത സകല മുഅ്മിനീങ്ങളും ജമാഅത്തിന് വരുമായിരുന്നു. എത്ര വലിയ തെളിവാണ് പറഞ്ഞിരിക്കുന്നത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാളുടെ കുഫ്ർ, ഒരാളുടെ നിഫാഖ് തെളിയിക്കും. മൻ സമിഅ മുനാദില്ലാ, അല്ലാഹുവിന്റെ വിളിയാളം ഒരാൾ കേൾക്കുന്നു, യുനാദിം ബിസ്സലാ, നിസ്കാരത്തിന് വിളിക്കപ്പെടുകയാണ്, യദ്ഉ ഇലൽ ഫലാ, അല്ലാഹുവിന്റെ വിജയത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്, വലാ യുജീബുഹു, എന്നിട്ട് അതിന് ഉത്തരം ചെയ്യാത്തവൻ, കുഫറിന്റെയും നിഫാഖിന്റെയും അടയാളങ്ങളുണ്ട്. വ്യക്തമായിട്ട് നമ്മളെ തലയിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ, നമുക്ക് എന്തു ന്യായം പറയാനുണ്ട്. യദുല്ലാഹി അലൽ ജമാഅത്തി, അല്ലാഹുവിന്റെ സഹായം ജമാഅത്തിനാണ് കിട്ടുക. അല്ലാഹുവിന്റെ കൈകൾ ജമാഅത്തിന്റെ കൂടെയാണ്. അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നത് ജമാഅത്തിനാണ്. ഫമൻ ശദ്ദ ഫിന്നാരി, ആ ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നവൻ നരകത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അവർ ഒരു സമൂഹത്തിന്റെയും ഒരു സംഘത്തിന്റെയും കൂടെ നിൽക്കാൻ തയ്യാറല്ല. അവർ സത്യമാകുന്ന നന്മയുടേതായ ജമാഅത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറി മാറി വേറിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ശുദ്ധ ഫിന്നാരി, അവർ നരകത്തിലേക്ക് ഒറ്റക്ക് വലിച്ചെറിയപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജമാഅത്ത് എന്നത് നമസ്കാരത്തിലും ഏതൊരു നന്മയിലും ബറക്കത്തായി നിശ്ചയിക്കപ്പെട്ടതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. നമ്മുടെ നമസ്കാരങ്ങളെല്ലാം ജമാഅത്തിന്റെ രൂപത്തിലേക്ക് മാറി. എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടുത്തെ ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ ഉണ്ടാവണം. ജമാഅത്ത് നമസ്കാരത്തിൽ കാണാതായ വ്യക്തികളെ തേടി നമ്മൾ യാത്ര പോകണം, അന്വേഷിക്കണം അവർക്ക് എന്തു പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഖ്ലാസുള്ള നമസ്കാരങ്ങളെ അതിൻ്റെ ഏറ്റവും പൂർണ്ണ പ്രതിഫലത്തിന്റെ ഉടമകളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മദ്രസയിലെ അധ്യാപകരെന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടിന്റെ നെടുന്തൂണുകളാണ് അവർ. നമ്മുടെ മക്കളെ വളർത്തി കൊണ്ടുവരുന്നതിൽ, ഒരു പുതിയ തലമുറയിൽ ഇസ്ലാമിന്റെ നന്മയുണ്ടാക്കുന്നതിൽ വലിയ റോള് വഹിക്കുന്നവരാണ് മദ്രസ അധ്യാപകരും അധ്യാപികമാരും. അവർക്ക് പക്ഷേ ചെറിയ ഒരു ശമ്പളം കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരുടെ കുടുംബം മുന്നോട്ട് പോകില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ എല്ലാ വർഷവും ഒരു കളക്ഷൻ എടുത്തുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി, ഇന്ന് നമ്മുടെ അതിന്റെ ഒരു ദിവസമാണ്. കേരളത്തിലെ മദ്രസാധ്യാപകരുടെ വീടില്ലാത്ത ആളുകളുടെ വീട് നിർമ്മാണത്തെക്കുറിച്ച്, പെൻഷനെ കുറിച്ച് ആലോചിച്ചു, മക്കൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകളെ കുറിച്ച് ആലോചിച്ച്, രോഗികളായ അധ്യാപകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടീച്ചേഴ്സ് കെയർ എന്നൊരു ഫണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ സ്വതക്ക ആ ഒരു മാർഗത്തിലേക്ക് വേണ്ടി എല്ലാവരും സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിന്റെ കാര്യഗൗരവം മനസ്സിലാക്കി മദ്രസ അധ്യാപകരും രക്ഷിതാക്കളും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിന്റെ ഒരു നന്മക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ഇഖ്ലാസോടുകൂടെ ഈ ഫണ്ട് വിജയിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും ചെയ്യാൻ വേണ്ടി ഇന്ന് താല്പര്യപൂർവ്വം നമ്മൾ നിക്ഷേപിക്കുക. സാധ്യമാകാത്തവർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നാളെയോ മറ്റന്നാൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരു നല്ല ഒരു വിഹിതം അതിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ അധ്യാപകർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു നാടിന്റെ നട്ടലുകളായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു
ഏറ്റവും നല്ല ഒരുപാട് അറിവും താക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ഫലസ്തീനിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. വിശന്ന് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർക്ക് പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ മാരകമായ അറ്റാക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് സംരക്ഷണം നൽകണമേ. രോഗികളായ ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായ ആഫിയത്തുള്ള ദീർഘായുസ്സും ശിഫയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകൾ, അള്ളാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണമേ. ദാമ്പത്യ ജീവിതം മനോഹരമാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ, വരുമാനങ്ങളിലെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും നീ ലഘൂകരിച്ചു കൊടുക്കണമേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മഴ, പ്രയാസകരമല്ലാത്ത മഴ ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ വളരെ തഖ്വയോടെ ഈമാനോടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന നന്മകളോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് താഖത്ത് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.